മൂന്നാമത് വന്ന ഇവിടെ സംബന്ധിച്ച് ഇവിടെ വെളുപ്പിക്കുകയാണെന്ന് നീ പറഞ്ഞാലും അല്ലെങ്കിൽ ആരെന്തിരുന്ന് പറഞ്ഞാലും നോ നെവർ മൈൻഡ്. മൂന്നാമത് വന്നൊരു വ്യക്തിയാണ്. ഇപ്പം നിനക്ക് 22 വയസ്സായി. ഇപ്പോഴല്ലേ ഇത്രയും തൻ്റെ ഇടവും ഇത്ര ആരോഗ്യം നിനക്കുണ്ടായില്ലേ? അതുവരെ അവൾ ചേർത്ത് നിർത്തിയില്ലേ നിന്നെ? സ്വയം ചിന്തിക്ക്. ഇപ്പോൾ ഈ ലോകത്ത് ഈ ഭൂമിയിൽ നിനക്ക് രക്തബന്ധം എന്ന് പറയാൻ ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ. അതായത് നിന്റെ അച്ഛനിൽ ജനിച്ച ഒരു ചോര, അതായത് ഋതപ്പൻ. മനസ്സിലായ? ഇനി ആ കുഞ്ഞിനെ കാണാനോ അവനുമായിട്ട് കൊണ്ട് ചെന്ന് റീൽസ് എടുത്ത് നിനക്ക് പിന്നെ വ്യൂ കൂട്ടാനോ അല്ലെങ്കിൽ റീച്ച് കൂട്ടാനോ നിനക്ക് പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഉപദേശം നല്ലതാണ് വർമ്മ സാറേ, പക്ഷേ ഒരു കുഴപ്പമുണ്ട്. നിന്റെ തന്തയല്ല എന്റെ തന്ത. എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഇപ്പോൾ വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചുവും രേണുവും തമ്മിലുള്ള ഒരു വിഷയമാണ്. കിച്ചുവിന്റെ ലൈഫ് സ്റ്റോറിയുടെ 20% പറഞ്ഞപ്പോഴത്തേനും കുരുപൊട്ടി നിൽക്കുകയാണ് രേഷ്മ പി തങ്കച്ചൻ. അതുമാത്രവുമല്ല, രേഷ്മയെ വെളുപ്പിക്കാനായിട്ട് നിരവധി ആൾക്കാര് കൂണു മുളയ്ക്കുന്നത് പോലെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പൊങ്ങി വരുന്നുമുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്കൊന്ന് പറയാം. അത് മാത്രമല്ല, കിച്ചുവിനെ ഇനി ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന പല കാര്യങ്ങളുമുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, കിച്ചുവിനെ ഇനി ഇവർ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നതാണ് എന്ന്. അതിന് കറക്റ്റായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു ഈ ഒരു വിഷയത്തിൽ എന്നെ ചിലപ്പോൾ കുടുക്കിയേക്കും എന്ന് കിച്ചു വന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ആ ഒരു വിഷയവും എടുത്തു വെച്ചുകൊണ്ട് സജീന എന്ന് പറയുന്ന രേണുവിന്റെ കൂട്ടുകാരി ഇപ്പോൾ വെളുപ്പിക്കുകയാണ്. ആരെ? രേണുവിനെ വെളുപ്പിച്ച് കിച്ചുവിനെ അടിച്ചങ്ങ് താഴ്ത്തി ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാന്, ഹൈപ്പ് ചെയ്യാന്, കമന്റ് ചെയ്യാന്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോയാലോ? ആദ്യം കിച്ചു പറഞ്ഞ ആ ഒരു കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെയാണ്, വേറൊരു പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഞാൻ എന്റെ കുറച്ച് പണ്ടത്തെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞതേ ഉള്ളൂ. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? പണ്ടത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഇറങ്ങുന്ന ന്യൂസും കാര്യങ്ങളൊന്നും എന്നെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇത് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. കിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി. കിച്ചു 20% പറഞ്ഞപ്പോഴത്തേന് കുരു പൊട്ടണമെങ്കിൽ അതിൻ്റെ അത് സത്യമുള്ളത് കൊണ്ട് തന്നെയാണ്. അന്നേരത്തേന് ഈ പറയുന്ന സ്ക്രീൻഷോട്ടുകളൊക്കെ അയച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇതൊക്കെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞ് വെളുപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് രേണു എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത് സത്യം ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഓക്കെ കിച്ചു, ബാക്കി എനിക്ക് പറയുള്ളൂ. ഞാൻ ഓക്കെ ആണെന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് കോളും മെസ്സേജും എല്ലാവരും എനിക്ക് വന്ന് ഇൻസ്റ്റയിലാണെങ്കിലും ഭയങ്കരമായിട്ട് മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ലൈവിൽ വന്ന് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ വരുന്ന ന്യൂസുകളും കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ നല്ലപോലെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഞാൻ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും. ഇപ്പം പറഞ്ഞുകൊണ്ട് ഇനിയിപ്പം കുറച്ച് എന്നെ പറ്റി എന്താണ് ഓരോരോ ന്യൂസുകളൊക്കെ വരാം. അതൊന്നും എന്നെ എഫക്ട് ചെയ്യത്തില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ പ്രതീക്ഷിക്കാൻ തന്നെ പോവും. ഇപ്പം എന്നെ പറ്റി ഒരുപാട് ന്യൂസുകൾ ഇറങ്ങാം. ഇപ്പൊ പറയാൻ ഈ ഒരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വരെ വേണമെങ്കിൽ വരാം ന്യൂസുകളൊക്കെ. എന്താണെങ്കിലും ഞാൻ അതിനൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ഇത്രേ ഉള്ളൂ. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഒരു പാസ്റ്റ് ആയിരുന്നു എൻ്റെ അത്. ഞാൻ ഓക്കെ ആയിട്ട് നിൽക്കും. ഞങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇനിയും നിനക്കെതിരെ വരാൻ പോകുന്ന കാര്യങ്ങൾ നീ മുൻകൂറായിട്ട് പറഞ്ഞതാണ്. ഇത് വരും. ഇത് മാത്രവുമല്ല, വരാൻ പോകുന്നത് നീ ഈ പറയുന്ന രേണുവിനെ പിറ്റേ കയറ്റി വെച്ചടിച്ച ഒരു കാര്യവും അതും പുറത്തു വരും. അത് മാത്രമല്ല, നീ മറ്റേ കഞ്ചാവ് ഉപയോഗിക്കുന്ന സമയത്ത് നീ ആ റൂമിന്റെ അകത്തിരുന്ന് ബഹളം ഉണ്ടാക്കിയത്, നിന്റെ അച്ഛനുമായിട്ട് വഴക്കുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ നീ പറഞ്ഞുവെങ്കിലും അത് ഇനി എക്സ്ട്രാ ഇതാക്കി കൊണ്ടുവന്ന് ഈ രേണു പുറത്ത് കൊണ്ടിടും. ഇല്ല എങ്കിൽ രേണുവിന്റെ കൂട്ടുകാരികളെ കൊണ്ടേലും അവൾ പറയിപ്പിക്കും. അങ്ങനത്തെ ഒരു തള്ളയാണ് അവള്. തള്ളയെന്നൊന്നും വിളിക്കണ്ട, രേഷ്മയാണ് അത്. തങ്കച്ചന്റെ സ്വഭാവവും നല്ലപോലെ കിട്ടിയിട്ടുണ്ടെന്ന് എപ്പോഴും അമ്മ പറയാറുണ്ട്. ആരുടെ? ഈ രേഷ്മയുടെ അമ്മ പറയാറുണ്ട്. തങ്കച്ചന്റെ സ്വഭാവമാണ് രേണുവിന് കിട്ടിയിട്ടുള്ളത് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ കിച്ചു, നീ ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. പിന്നെ രേണു വിളിക്കുന്നിടത്തോട്ടൊക്കെ ഇനി പോകാൻ നിന്ന് കഴിഞ്ഞാൽ മോനെ നിനക്ക് 8ന്റെ പണി കിട്ടും. ഇപ്പോഴേ പറയുന്നത് നീ രേണുവിന്റെ ഫെയിമിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറയും, കൊല്ലം സുധി എന്ന് പറയുന്ന ഫെയിമിലാണ് ഈ കിച്ചു നിന്നിട്ടുള്ളത്. പിന്നെ ഈ രേണു പോലും ഈ കൊല്ലം സുധിയുടെ പേരിൽ തന്നെയാണ്. പിന്നെ കുറച്ച് എക്സ്ക്ലൂസീവ് കണ്ടന്റും ഇവർ ചെയ്യുന്ന വൃത്തികേടും കണ്ടപ്പോൾ ആൾക്കാർ വെറുത്തു പോയതാണ്. അങ്ങനെ വെറുത്ത് ഇവരെ അങ്ങ് എന്ത് പറയുക, അയ്യോ ഇത് എവിടുത്തെ എങ്ങോട്ടായാലും പോയാൽ മതി എന്നുള്ള രീതിയിലേക്ക് ആയിട്ടുണ്ട് ജനങ്ങൾ. പിന്നെ ഇവരെ സഹായിച്ചിട്ടുള്ളവരെ എല്ലാം തെറി വിളിച്ച് വന്ന ഒരു സ്ത്രീയാണ് ഈ രേണു. അല്ലാതെ ഇവരുണ്ടാക്കിയ റീച്ചിലൊന്നും കിച്ചു രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല. അത് പറയുന്നുണ്ട് ഈ സജീന എന്ന് പറയുന്ന കൂട്ടുകാരി. എന്തായാലും ഉപദേശം
കേൾക്കാം നമുക്ക്. അതിലേക്ക് നമ്മൾ പോകുന്നതിനിപ്പുറം കിച്ചുവിന്റെ വീഡിയോയ്ക്ക് താഴെ ഒരു കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. എന്നെ ആരും മാനിപ്പുലേറ്റ് ചെയ്തു ഒന്നുമല്ല ഞാൻ വീഡിയോ ഇട്ടെ. ഇനി റിതപ്പനെയൊക്കെ കാണാൻ പറ്റുമോ എന്ന് പോലും എനിക്ക് അറിയൂല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പേടിച്ച് ആണ് ഒന്നും പറയാതെ ഇരുന്നേ. എന്തായാലും നോക്കാം, എല്ലാവരുടെയും സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇവിടെ കിച്ചു എഴുതി വെച്ചിരിക്കുന്നത്. കാരണം റിതപ്പനെ ഇനിയും കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല, അവരെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് കാണാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യം ഇവിടെ സംശയമായിട്ട് കിച്ചു സൂചിപ്പിക്കുന്നുണ്ട്. കിച്ചുവിന് റിതപ്പൻ എന്ന് വെച്ചാൽ വലിയ കാര്യമാണ്, റിതപ്പനും തിരിച്ച് അങ്ങനെ തന്നെയാണ്. ഇനി അത് ഇവരൊരു തുറുപ്പ് ചീട്ടായിട്ട് എടുക്കുമോ എന്ന് ഇവിടെ കിച്ചു പേടിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാര്യം തന്നെ സജീനയും പറയുന്നുണ്ട്. അതുപോലെ സജീനയുടെ ഉപദേശം ഒന്ന് കേൾക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ മെൻഷൻ ചെയ്ത് ഇടുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കിച്ചുവിൻ്റെയാണ്. കിച്ചു, നീ കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാരണം നിന്നെക്കുറിച്ച് ഇന്ന് വരെ ഞാൻ ഒരു വീഡിയോ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇതുവരെ ചെയ്തിട്ടില്ല. മനസ്സിലായല്ലോ? നിന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്, അതായത് നിന്നെ ചേർത്ത് നിർത്തുന്നത്, നീ ആരാണ്ടാണ് ഞങ്ങളുടെ ലൈഫിലെ ഒരു പാർട്ണറാണ് എന്നുള്ള രീതിയിൽ നിന്നെ ചേർത്ത് നിർത്തുകയും നിനക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ പറയുന്ന ആൾക്കാരുടെ പഴയ വീഡിയോസുകൾ നീ എടുത്ത് നോക്കിയാൽ മനസ്സിലാകും നിന്നെ അവർ പറഞ്ഞിട്ടുള്ള വാക്കുകളും പ്രവൃത്തികളും. നിന്നെ അത്ര വളരെ മോശമായിട്ടും നികൃഷ്ടമായിട്ടുള്ള ഒരു ജീവിയായിട്ട് നിന്നെ ചിത്രീകരിച്ച ആൾക്കാരാണ് നിന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ ന്യായം പറയാനുണ്ട്. അപ്പോൾ എന്താ നല്ലത് കണ്ടോ നല്ലത് പറഞ്ഞൂടെ? ഈ പറയുന്ന കിച്ചു കഞ്ചാവടിക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് കിച്ചുവിനെ വിമർശിച്ചിട്ടുണ്ട് ആൾക്കാർ. മോനെ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതൊക്കെ ചെയ്യുമ്പോൾ നല്ലതാണെന്ന് പറഞ്ഞ് കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കണോ? അതൊന്നും വേണ്ടായല്ലോ. നിങ്ങൾ ഈ രേണു ചെയ്യുന്നതെല്ലാം കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കുന്ന പോലെ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നുണ്ടോ? എന്താ എൻ്റെ പൊന്നു ചേച്ചി നിങ്ങൾ ഈ പറയണേ? പറയുമ്പോൾ അങ്ങ് പോവാം അങ്ങോട്ട്. എന്തായാലും ഇപ്പം ഈ പറയുന്ന രേണു എവിടെ ചെന്നാലും സജീനയുടെ പേര് പറയുന്നില്ല. അപ്പം തള്ളി അങ്ങോട്ട് കളഞ്ഞിട്ടുണ്ട്. കളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിക്കാരിക്ക് റീച്ചും ഇല്ല, ഒന്നും ഇല്ലാതിരിക്കുക. അപ്പൊ പിന്നെ വേണ്ട രേണുവിനെ ഇപ്പൊ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. എങ്ങനെയും വേണമല്ലോ. പറഞ്ഞു ന്യായം പറയാനുണ്ട്. അപ്പോൾ എന്താ നല്ലത് കണ്ടോ നല്ലത് പറഞ്ഞൂടെ? ചീത്ത കണ്ട ചീത്ത പറഞ്ഞൂടെ? നിന്റെ അടുത്തൊരു ഉപദേശം മാത്രം. നിന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചുറ്റിപ്പിടിക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ: രേണു സുധിയുടെ നാശം. രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി, അവൾക്ക് ഏത് രീതിയിൽ ഇൻസൾട്ട് ആവോ, ഏത് രീതിയിൽ പിന്നെ അവളെ നോവിക്കാവോ അതിൻ്റെ മാക്സിമം എക്സ്ട്രീം വരെ അവർ പോകും. അല്ലാതെ ഈ കാണിക്കുന്ന ആത്മാർത്ഥത നിന്നോട് സ്നേഹം ഉണ്ടായിട്ടാണ്, നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതാണ് എന്ന് നീ തെറ്റിദ്ധരിക്കരുത്. ഇത് എൻ്റെ ഒരു ഉപദേശമാണ്. ഉപദേശം കൊള്ളാം, നല്ലതാണ്, നല്ല ഉപദേശമാണ്. ഉപദേശം ആദ്യം പോയി രേണുവിന് കൊടുക്കുക. രേണുവിനാണ് നിങ്ങൾ ആദ്യം ഉപദേശം കൊടുക്കേണ്ടത്, അല്ലാതെ കിച്ചുവിനല്ല. കിച്ചുവിന് ഉപദേശം കൊടുക്കാൻ കിച്ചുവിന്റെ അച്ഛമ്മയും അതോടൊപ്പം തന്നെ കൊല്ലം സുധിയുടെ അനിയനും ചേട്ടനും ഒക്കെ ഉണ്ട്, അവരുടെ ഫാമിലി ഉണ്ട്, അവർ കൊടുത്തോളും. നിങ്ങൾ ആദ്യം പോയി രേണുവിന് ഉപദേശം കൊടുക്കുക, അതാണ് വേണ്ടത്. കേട്ടോ? പിന്നെ ഈ പറയുന്ന രേണുവിന്റെ നാശം കാണാൻ വേണ്ടി ആര് കാത്തിരിക്കുന്നത്? രേണു ചെയ്യുന്ന ഓരോ വൃത്തികേടുകളുമാണ് ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലാതെ രേണുവിന്റെ നാശം കാണാൻ രേണു ആരാ ഇവിടെ? അയ്യോ എന്തൊക്കെയാണ് പറയുന്നത്? അവര് ഈ സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക, എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ തുണി അഴിച്ച് കാണിക്കുന്നത്, അവർ മോശമായിട്ടുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പറയുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കും എന്നുള്ളതാണ്. പിന്നെ ജനങ്ങളുടെ കാശ് കൊണ്ട് വെച്ച് കൊടുത്ത വീടും ബിഷപ്പ് കൊടുത്ത പിന്നെ പറമ്പിൽ കയറി കിടക്കുന്നത് കൊണ്ടും അങ്ങനെയൊക്കെ അവരെയൊക്കെ അധിക്ഷേപിച്ചത് കൊണ്ടും ഒക്കെ നമ്മൾ പറയും. അവരെയൊക്കെ നിങ്ങൾ അധിക്ഷേപിച്ചതല്ലേ? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഈ ഉപദേശം കൊടുക്കുന്ന ആള് എന്തൊക്കെയാണ് ബിഷപ്പിനെ പറഞ്ഞത്? ഇപ്പൊ പിന്നെ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കേസ് കിട്ടിയതുകൊണ്ടല്ലേ? ഈ ഉപദേശം കൊടുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ കേസുകൾ വരത്തില്ലായിരുന്നല്ലോ, ഇല്ലേ? പറഞ്ഞ പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇനി നീ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം, അത് കഴിഞ്ഞിട്ട് അതിനുള്ള റിപ്ലൈ ഞാൻ തരാം. ഓക്കെ? ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ നല്ലപോലെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഞാൻ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും. ഇപ്പം പറഞ്ഞുകൊണ്ടെങ്കിൽ ഇപ്പം കുറച്ച് ഒരുപാട് ന്യൂസുകൾ ഇറങ്ങാം. ഇപ്പൊ പറയാൻ ഈ ഒരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വേണമെങ്കിൽ വരാം ന്യൂസുകളൊക്കെ. എന്താണെങ്കിലും ഞാൻ അതിനൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അതെ, നല്ല വൃത്തിയാണ് മനസ്സിലായി മോനെ. അപ്പോൾ ഞാൻ ഇത് സത്യം പറഞ്ഞാൽ എനിക്കിത് ആദ്യമേ ഇവൻ വന്ന് പറയുന്നു ഞാൻ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിരുന്നു. അത് അവൻ്റെ ഒരു ഫോൾട്ട്. കാരണം അവൻ്റെ ഒരു ദുശീലം അവൻ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തു. പക്ഷേ ഇവൻ ഇത് പറയുന്നതിന് മുന്നേ തന്നെ പല മീഡിയക്കാരും പല ചാനലുകാരും പല ബ്ലോഗർമാരും എടുത്ത് ഇവനെ കുടഞ്ഞ് അലക്കി വിരിച്ച് ഉണക്കി എടുത്തിട്ടുണ്ട്, അഷ്ടയിലിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇവൻ മുൻകൂട്ടി അങ്ങ് പറയുന്നു ഞാൻ ഇതിനൊക്കെ അഡിക്റ്റ് ആയിരുന്നു. അപ്പോൾ അവൻ്റെ ഭാഗം ക്ലിയറായി, അവൻ അവിടെ നല്ലോണം വെളുത്തു. ഇപ്പൊ രണ്ടാമതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിരിക്കുന്നു, ഇനി വേണമെങ്കിൽ. അവൻ പറഞ്ഞത് അവൻ എങ്ങനെ അതിലേക്ക് പോയി എന്നുള്ളതാണ്. അത് പോകാനുള്ള കാരണം ഈ പറയുന്ന രേണുവിന്റെ വീട്ടിൽ എത്തിയ പിന്നാണ്. ഓക്കെ, അത് ഒരിക്കലും നിങ്ങൾ വെളുപ്പിക്കാൻ നോക്കണ്ട. അവിടെ എത്തിയത് കൊണ്ടാണ് അവൻ ആ ഒരു ഇതിലേക്ക് പോയത്. കൊല്ലത്തിരുന്നപ്പോൾ അവന് ഈ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അവൻ എവിടെ വന്നു? രേണുവിന്റെ കൂടെ എത്തിയപ്പോഴാണ് ഈ ഒരു സംഭവത്തിലേക്ക് അവൻ പോയത്. അത് അവൻ കൃത്യമായിട്ട് അവൻ പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ രേണുവിനെ വെളുപ്പിക്കാനൊന്നും നോക്കണ്ട. ബാക്കിയൊക്കെ പറ. എന്താ രേണു പണ്ട് ഭക്ഷണം കൊടുക്കാത്ത കാര്യത്തെ കുറിച്ചൊക്കെ അവൻ പറഞ്ഞല്ലോ, അതെന്താ അതൊക്കെ പറയാത്തേ? നല്ലോണം വെളുത്തു. ഇപ്പൊ രണ്ടാമതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിരിക്കുന്നു, ഇനി വേണമെങ്കിൽ വരാം, ഞാനൊരു പെണ്ണിനെ പീഡിപ്പിച്ചു എന്ന്.
അങ്ങനെ വരാനുണ്ടോ കിച്ചു? ഇതിപ്പോൾ നീ മുൻകൂർ ജാമ്യം എടുക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ അതല്ലെന്നുണ്ടെങ്കിൽ നീ ഒരുപാട് സൂക്ഷിക്കേണ്ടുന്നതും നിനക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു വാർത്ത ആൻറ്റി പറയാം. അതല്ല, നീ പറഞ്ഞ രീതിക്ക് ആരെങ്കിലും മുന്നോട്ട് വരാനുണ്ടെങ്കിൽ നീ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുകയും ഭയങ്കരമായിട്ട് പേടിക്കുകയും ചെയ്യേണ്ടുന്ന കാര്യം കൂടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഏതെങ്കിലും ഒരു പെണ്ണ് ചുമ്മാ വന്നിട്ട് എന്നെ അവൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വരുമോ? ഒരിക്കലും ഇല്ല. ഒരു പെണ്ണ് മുതിർന്ന് മുന്നോട്ട് വരികയാണെങ്കിൽ വരും. അങ്ങനെ വരുന്നവരും ഉണ്ട്. എല്ലാം സത്യസന്ധമായിട്ടൊന്നുമല്ല. ചേച്ചി ഏത് കാലത്താണ്, എവിടെയാണ് ചേച്ചി ജീവിക്കുന്നത്? എത്രയോ ഫേക്ക് പീഡന കേസുകൾ നമ്മൾ കണ്ടിരിക്കുന്നു. അതൊന്നും ചേച്ചി കാണാറില്ലേ? അങ്ങനെ വരും. അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് മാനിപ്പുലേറ്റ് ആയിട്ടുള്ള കേസുകൾ വരും. എത്രയോ എണ്ണം വരുന്നുണ്ട്. അപ്പോഴാ ചേച്ചി പറയുന്നത് അങ്ങനെ വരാറില്ല. അങ്ങനെ ആരെങ്കിലും ചുമ്മാതെ എന്തെങ്കിലും വന്ന് പറയുമോ എന്നൊക്കെ ചുമ്മാതെ പറയുന്നവരും ഉണ്ടേ. അപ്പൊ അതൊന്നും ഓർത്താൻ നന്നായിരിക്കും. രേണു പലതും പറയുന്നില്ലേ, ചുമ്മാതാ പറയുന്ന പലതും. വല്ല ഉള്ളതാണോ പറയണേ? ഒന്നും അല്ലെന്നേ. ചുമ്മാ അങ്ങനത്തെ കാച്ചി വിടുക. നിങ്ങൾ വല്ല ഉള്ളതായിരുന്നു അന്ന് ബിഷപ്പിനെ കുറിച്ച് പറഞ്ഞത്? ചുമ്മാ അങ്ങ് കാച്ചി വിട്ടില്ലേ? ബിഷപ്പിന് എത്രയാണ് 10,000 മക്കളുണ്ടെന്നും അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങൾ പല കാര്യങ്ങളും ഒന്നും അറിയാതെയൊക്കെ കാച്ചി വിട്ടില്ലായിരുന്നോ? അപ്പൊ അങ്ങനെ കാച്ചി വിടുന്നവരും ഉണ്ടെന്നേ. അവിടെ കിച്ചു പറഞ്ഞത് ഒരു ഇതാണ്, ഇങ്ങനെ വരാം, ഇങ്ങനെ ചിലപ്പോൾ അതും സംഭവിക്കാം, എനിക്കെതിരെ പല കാര്യങ്ങളും ഇനിയും വരും എന്ന് അവൻ പറഞ്ഞതാണ്. അത് നടക്കും. ചിലപ്പോൾ നമ്മളാണെങ്കിലും അങ്ങനെയൊക്കെ പറയത്തില്ല, ഇനി ഞങ്ങളുടെ നേരെ എന്തെങ്കിലുമൊക്കെ വരാം എന്നൊക്കെ പറയത്തില്ല എന്ന് പറഞ്ഞ പോലെ കിച്ചു എന്ന് പറഞ്ഞതാണ്. പറഞ്ഞപ്പോഴത്തേന് ആ കാര്യം ചേച്ചി എടുത്ത് പറയുകയും ഈ വീഡിയോ എടുത്ത് രേണു എടുത്ത് സ്റ്റാറ്റസ് ആയിട്ട് ഇടുകയൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? സ്വന്തം മകനെ പിന്നെ നാറ്റിക്കാൻ ഇട്ട് കൊടുക്കുന്ന ഒരു അമ്മ നല്ല അമ്മ തന്നെയാണ്. ഇവരെയൊക്കെ അമ്മയെന്ന് വിളിച്ച കിച്ചുവിന്റെ നാക്ക് അയ്യോ. ഓക്കെ, ബാക്കി അതിന്റെ ഫുൾ എവിഡൻസ് അവളുടെ കയ്യിൽ ഉണ്ടായിട്ടായിരിക്കും വരാൻ പോകുന്നത്. അല്ല, അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. അങ്ങനെ വന്നാൽ നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നിനക്ക് നെഞ്ചുറപ്പുണ്ടെങ്കിൽ, നിനക്ക് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ, നീ ധൈര്യമായിട്ട് നിന്നോട് അടിച്ചു. നിനക്ക് സപ്പോർട്ടായിട്ട് ഈ പറയുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ ഞാനുണ്ടാവും. കാരണം അയ്യോ ചേച്ചി നിന്നില്ലെങ്കിലും അവന് സപ്പോർട്ടായിട്ട് അവന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. ചേച്ചി അങ്ങ് വലിയ ക്രെഡിറ്റ് ഒന്നും എടുക്കണ്ട. ചേച്ചി രേണുവിനെ വെളുപ്പിക്കാൻ വന്നെങ്കിൽ വെളുപ്പിച്ചിട്ട് അങ്ങ് പോയാൽ മതി. ഓക്കെ, അങ്ങനെ ചേച്ചി ഇവന് സപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ള കാര്യമൊക്കെ ഇവിടെ പറയുന്നു. അഥവാ നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ പേടിപ്പിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ചേച്ചി പറഞ്ഞു പോകുന്നത് എന്താ പറയുക, ഈ കൊല്ലം സുധിയുടെ കുറ്റങ്ങളാണ്. അതൊന്ന് കേട്ടു നോക്ക്. അത് കഴിഞ്ഞ് ഇവൻ ഈ കിച്ചുവിനെ കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ ഋതപ്പനെയും കൊണ്ട് ഇടുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. എല്ലാം കൂടെ കൊണ്ടുവരുമ്പോൾ ഒരു ഭീഷണിയുടെ സ്വരമാണ് നമുക്ക് കാണുന്നത്. ഉപദേശമാണെങ്കിലും അതിലൊരു ഭീഷണിയുടെ ഒരു ഇതുണ്ട്. ഓക്കെ, ബാക്കി രണ്ടാമത്, ഇപ്പോൾ നീ തന്നെ ലൈവിൽ വന്ന് നിന്റെ വാഗൊണ്ട് തന്നെ നീ പറഞ്ഞു നീ അങ്ങനെയുള്ള ദുശീലങ്ങൾക്ക് അടിമയായിരുന്നു എന്ന്. അതിനിപ്പോൾ എല്ലാവരും വെളുപ്പിക്കുകയാണ് ചെയ്തത്. അത് റീസൺ നിനക്ക് മനസ്സിലായല്ലോ, ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ. എതിർവശത്ത് രേണു സുധി ആയതുകൊണ്ട് മാത്രം കറക്റ്റായിട്ട് കിച്ചുവിന് കാര്യം മനസ്സിലായല്ലോ. നീ കൊണ്ടുവന്ന് ഓരോന്ന് ഇട്ട് കൊടുക്കുമ്പോൾ നീ ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ പേടിക്കണം. നീ അങ്ങനെ ചെയ്തിട്ടില്ല, ചുമ്മാ നിന്നെ ഒരു അപമാനപ്പെടുത്താനോ അപകീർത്തിപ്പെടുത്താനോ വേണ്ടി ആരെങ്കിലും ഇങ്ങനെ വരും എന്നൊരു ധാരണയാണ് നീ പറഞ്ഞെങ്കിൽ ഓക്കെ, നീ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെ വന്നാൽ തന്നെ നമുക്ക് ശാസ്ത്രീയപരമായിട്ട് എല്ലാ തരത്തിലുള്ള ടെസ്റ്റ് കൊണ്ട് നിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പുഷ്പം പോലെ പറ്റും. അപ്പോൾ നീ ഇനിയും വന്നിരുന്ന് ഓരോന്ന് വിളിച്ച് പറയുമ്പോൾ നീ സ്വയം ആലോചിച്ച് നോക്കുക, ഞാനിത് പറയണോ അതോ വേണ്ടയോ എന്ന്. സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് കഴിഞ്ഞ കാര്യം അതിൻ്റെ അവസാനം കാണാതെ നിൽക്കില്ല എന്നുള്ള കാര്യവും കിച്ചു മനസ്സിലാക്കണം. കിച്ചുവിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു അഡ്വൈസ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി. നിന്റെ ആ ഒരു നിന്റെ ലൈവിൽ നീ പറഞ്ഞ കുറേ സംഗതികൾ നമ്മളത് നിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചപ്പോൾ വളരെ വിഷമമുണ്ടായി. കാരണം ഇതിൽ ഏറ്റവും വലിയ തെറ്റുകാരി നിന്നെ പ്രസവിച്ചു എന്ന് പറയുന്നത് നിന്റെ സ്വന്തം തള്ള തന്നെയാണ്. ഇനി എന്ത് കാരണമാണെങ്കിലും എന്ത് റീസണിന്റെ പുറത്താണെങ്കിലും അവൾ പോകുമ്പോൾ 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അവൾ അത്ര ക്രൂവൽ മൈൻഡുള്ള ഒരുത്തി തന്നെയാണ്. അവളൊരു പെറ്റമ്മയല്ല. അങ്ങനെ ഉള്ളവൾ എന്തിനു നിനക്ക് ജന്മം തന്നു? അതാണ് ഒന്നാമത്തെ ചോദ്യം. അവളെക്കാളും വലുതല്ല മോനെ 2ാമത് വന്നതും 3ാമത് വന്നതും ഒന്നും. അത് നിന്റെ അച്ഛൻ്റെ തെറ്റ്. മനസ്സിലായ? നിന്നെ നോക്കാനാണ് ഇങ്ങനെ ഒരാളെ സെലക്ട് ചെയ്തെങ്കിൽ 2ാമത് അത് അച്ഛന്റെ തെറ്റ് എന്നാണ് പറയുന്നത്. കൊല്ലം സുധിയുടെ തെറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഒന്നാമത്തത് ആ സ്ത്രീ പോയത് അത് വലിയൊരു തെറ്റാണ്. കൊച്ചിനെ ഇട്ടിട്ട് പോയത് അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അവർ വേറൊരിടത്തിന്റെ കൂടെ പോയത് അത് തെറ്റ് തന്നെയാണ്. പിന്നെ കൊല്ലം സുധി കുഞ്ഞിനെ നോക്കാൻ വേണ്ടി 2ാമത് ഒരാളെ സെലക്ട് ചെയ്തതും 3ാമത് ഒരാളെ സെലക്ട് ചെയ്തതും കൊല്ലം സുധിയുടെ തെറ്റ് എന്നാണ് ഇവിടെ സജീന പറഞ്ഞു വെക്കുന്നത്. നോട്ട് ദ പോയിന്റ്. എങ്ങനെയാണ് 2 കുട്ടികളുള്ള ഒരുത്തിയാണ് സെലക്ട് ചെയ്തത്? ആണോ? അവരിൽ നിന്നും നിന്നെ നോക്കുന്നില്ല, നിനക്ക് പീഡനമാണ് കിട്ടിക്കൊണ്ടിരുന്നത് നീ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആണോ? അപ്പോൾ 3ാമത് ഒരെണ്ണം കൂടി സെലക്ട് ചെയ്യുമ്പോൾ അത്തരത്തിൽ ഒന്ന് സെലക്ട് ചെയ്യണമായിരുന്നില്ലേ? ഇതും ഫോൾട്ടാണെന്ന് നീ പറയുന്നു. അതാണ് 3ാമത് സെലക്ട് ചെയ്തപ്പോൾ അതുപോലെ ഒരെണ്ണത്തിന് സെലക്ട് ചെയ്യേണ്ടായിരുന്നോ കൊല്ലം സുധി? അപ്പൊ അതുപോലെ കൊല്ലം സുധി സെലക്ട് ചെയ്തില്ല. ചെയ്യാതിരുന്നതിന്റെ കാരണം എന്താണ്? ഇവൾ അങ്ങോട്ട് പ്രപ്പോസും ചെയ്ത് ഇവള് മറ്റേ കിച്ചുവിനെ നല്ല രീതിയിൽ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹം കാണിച്ച് കിച്ചുവിനെ ചേർത്ത് നിർത്തി അവനോട് വലിയ എന്താ പറയാ, ഞാനാണ് നിന്റെ അമ്മ എന്ന രീതിയിൽ അവനെ കൊണ്ട് പറയിപ്പിച്ച്
കൊല്ലം സുധിയെ മോനോട് ചോദിച്ചു, മോനെ ഞാനൊരു കല്യാണം കഴിച്ചാലോ, ഈ ചേച്ചിയെ കല്യാണം കഴിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ ആ കിച്ചു സമ്മതിക്കുകയും ചെയ്തു. ഒടുവിൽ കല്യാണവും കഴിച്ച് കൊല്ലത്ത് പോയി. കൊല്ലത്തു നിന്ന് ഈ പറയുന്ന കൊല്ലം സുധിയെയും ഈ ചെറുക്കനെയും വിളിച്ചുകൊണ്ട് കോട്ടയത്തിന് വരുന്നു. പിന്നെ ഈ ചെറുക്കന്റെ ജീവിതം നാശമാക്കി കളഞ്ഞു ഈ പറയുന്ന രേണു. അതാണ് അതിന്റെ സത്യം, അല്ലയോ? പക്ഷെ അങ്ങനെ പറയാതെ പറയുന്നുണ്ട്, എങ്കിലും ഞാൻ പറയുവാണ്, മൂന്നാമത് വന്ന് ഇവിടെ സംബന്ധിച്ച് ഇവിടെ വെളുപ്പിക്കുകയാണെന്ന് നീ പറഞ്ഞാലും അല്ലെങ്കിൽ ആരെന്തിരുന്ന് പറഞ്ഞാലും നോ നെവർ മൈൻഡ്. മൂന്നാമത് വന്നൊരു വ്യക്തിയാണ്. ഇപ്പം നിനക്ക് 22 വയസ്സായി. ഇപ്പോഴല്ലേ ഇത്രയും തൻ്റെ ഇടവും ഇത്ര ആരോഗ്യം നിനക്കുണ്ടായില്ലേ? അതുവരെ അവൾ ചേർത്ത് നിർത്തിയില്ലേ നിന്നെ? സ്വയം ചിന്തിക്ക്. ഇപ്പൊ ഈ ലോകത്ത് അവൾ എവിടെ ചേർത്ത് നിർത്തിയെന്നാ? ഇവൻ നിന്ന് പഠിച്ചതെല്ലാം കൊല്ലത്താ. ചേച്ചി ഒന്നും അറിയുന്നില്ലേ? അവൾ എവിടെ ചേർത്ത് നിർത്തി? പിന്നെ അവൾ ഇടയ്ക്കിടയ്ക്ക് അവന് പൈസ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷേ ആ കൊടുക്കുന്ന പൈസ എടുത്ത് നിങ്ങൾക്കൊക്കെ ഇട്ട് തന്നപ്പോൾ തന്നെ ആ അമ്മയുടെ എന്താ പറയുക, ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോയി. ഒരു തള്ളയെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു തള്ളയെന്നല്ല, ഒരാൾ പോലും അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രേണു എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ക്വാളിറ്റി നമുക്ക് മനസ്സിലായത്. സ്വന്തം മകൻ അയച്ചു കൊടുത്ത പൈസ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുന്നു നിങ്ങൾക്ക്. നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് തന്നേന്ന്. എന്നാൽ അങ്ങനെയല്ല. നിങ്ങൾ വീഡിയോ ഇട്ടു, ശ്രീതു ഇട്ടു, പിന്നെ എന്താ പറയുന്നത്, പിന്നെ കുണ്ടൻ ജാസി ഇട്ടു, അങ്ങനെ കുറെ എണ്ണങ്ങൾ ഈ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ബാക്കി സ്വയം ചിന്തിക്ക്. ഇപ്പോൾ ഈ ലോകത്ത് ഈ ഭൂമിയിൽ നിനക്ക് രക്തബന്ധം എന്ന് പറയാൻ ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ. അതായത് നിന്റെയും നിന്റെ അച്ഛനിൽ ജനിച്ച ഒരു ചോര, അതായത് ഋതപ്പൻ. മനസ്സിലായ? ഇനി ആ കുഞ്ഞിനെ കാണാനോ അവനുമായിട്ട് കൊണ്ട് ചെന്ന് റീൽസ് എടുത്ത് നിനക്ക് പിന്നെ വ്യൂ കൂട്ടാനോ അല്ലെങ്കിൽ റീച്ച് കൂട്ടാനോ നിനക്ക് പറ്റുമോ നിനക്ക് തോന്നുന്നുണ്ടോ? ഇത്ര മാത്രം ഇങ്ങനെ പറയുമ്പോൾ ആ കുഞ്ഞിനെ കാണാനെങ്കിലും നിനക്കിന് പറ്റുമോ ഇല്ലയോ എന്ന് നിനക്ക് ബോധ്യമുണ്ടോ? ആ നിന്റെ ലൈഫിൽ നിന്റെ ആകെ നിന്റെ രക്തബന്ധമാണത്. മനസ്സിലാക്കിക്കോണം. ഈ ഇരുന്ന് പറയുന്ന ഈ ഞാൻ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എന്തിനാണ് അവനെ ഭീഷണിപ്പെടുത്തുന്നത്? അവൻ ഋതപ്പനെ കാണണമെന്ന് അവൻ ആഗ്രഹമുണ്ടെങ്കിൽ ഋതപ്പനെ അവൻ കണ്ടിരിക്കും. ഋതപ്പനെ തിരിച്ച് കിച്ചുവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഋതപ്പന കിച്ചുവിനെ കണ്ടിരിക്കും. അതിന് നിങ്ങൾ വലിയ വീരവാദം മുഴക്കിക്കൊണ്ട് ഇങ്ങോട്ട് എത്തണ്ട. അതിന് ഭീഷണി ഒന്നും പറഞ്ഞ് ഈ ചെറുക്കനെ നിങ്ങൾ അങ്ങ് ഈ അടിച്ചില്ലാണ്ടാക്കണ്ട. അവിടെ കിച്ചു പറഞ്ഞത് 20%. 20% പറഞ്ഞപ്പോഴത്തേന് നിങ്ങൾക്ക് ഇത്ര കുരു പൊട്ടണമെങ്കിൽ അവൻ ബാക്കി 80% കൂടെ അവന്റെ വാ തുറന്നാൽ എന്തായിരിക്കും അവസ്ഥ? അതിനല്ലേ ഇപ്പൊ കീറ്റലും പിന്നെ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് കാണിക്കലും വെളുപ്പിക്കലും ഒക്കെ അല്ലേ? അവൻ ബാക്കി പറയണം. എന്റെ അഭിപ്രായ പ്രകാരം ഇനി അവൻ ബാക്കി ഒരു 20% പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ. ഇനി അവനെതിരെ ഇങ്ങനെയുള്ള കേസ് കൊണ്ടുവരുമെന്നും ഋതപ്പനെ കാണിക്കത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ കൃത്യമായിട്ടും പറയുന്നുണ്ട്. അവനെന്തോ അരിയാഹാരം തരുന്ന പയ്യൻ തന്നെയല്ലേ? അവന് ബുദ്ധിയില്ലേ? അതുകൊണ്ട് തന്നെ അവൻ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ ഇപ്പൊ എത്തുന്നത്. ഇനി കിച്ചുവിനെതിരെ എന്തൊക്കെ നടക്കും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു, പ്രേക്ഷകർ ഓരോരുത്തരും പറഞ്ഞു. അതുപോലെ തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഇതൊന്ന് കണ്ടുപോയിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടുപോയിക്കേ. പുള്ളിക്കാരിയുടെ ഇൻസ്റ്റയ്ക്കകത്ത് ഇട്ടൊരു വീഡിയോ ആണ്. നോർമൽ കസ്റ്റമർക്ക് കാണാൻ വേണ്ടി, അതായത് നോർമൽ വ്യൂവേഴ്സിന് കാണാൻ വേണ്ടി ഇട്ടുകൊടുത്ത ഒരു വീഡിയോ ആണ് ഇത്. ഈ ഒരു വീഡിയോക്കകത്ത് നിങ്ങൾ കണ്ടോ? ഈ പുള്ളിക്കാരി കാണിക്കുന്നത് ഈ മാലയൊന്നും ആരും കാണാതിരിക്കാൻ വേണ്ടി കൈയൊക്കെ വെച്ച് മറച്ച് കാണിക്കുകയാണ്. കിച്ചു വന്ന് പറഞ്ഞതിന് ശേഷം പുള്ളിക്കാരിയുടെ ഈ വീഡിയോകളിൽ ഒരു മാറ്റമുണ്ട്. പക്ഷെ എക്സ്ക്ലൂസീവിന്റെ അകത്ത് ഈ കൈയൊന്നും വെക്കത്തില്ല കേട്ടോ. അത് തുറന്ന് ഇങ്ങനെ തന്നെ കാണിക്കും. പക്ഷെ ഇതിന്റെ അകത്ത് വന്നപ്പോഴത്തേനും കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുനിഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇവിടെ കാണുന്നവർ ഒരിക്കലും മാല കാണാൻ പാടില്ല. പക്ഷെ എക്സ്ക്ലൂസീവ് വരുന്നവർക്ക് മാല നിങ്ങൾക്ക് കാണണമെങ്കിൽ 180 രൂപ തരണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചേച്ചിയുടെ ആ ഒരു പോക്ക്. അതുകൊണ്ട് തന്നെ ചേച്ചി എത്ര പോയെന്ന് പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ്. എന്തായാലും ചേച്ചി ഇപ്പോൾ നാട്ടിലേക്ക് വരുന്നില്ല. അതെന്തോ ടിക്കറ്റിന്റെ എന്തോ വിഷയമുണ്ടെന്നുള്ളതൊക്കെ അറിയുന്നു. ഇനി ടിക്കറ്റൊക്കെ റെഡി ആയതിനു ശേഷം ചേച്ചി നാട്ടിലേക്ക് വരിക. അതിനുവേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. ചേച്ചി എന്ത് മറുപടിയാണ് കിച്ചുവിന് കൊടുക്കാൻ പോകുന്നതെന്നൊക്കെ അറിയാനൊക്കെ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. എന്തായാലും ചേച്ചി വരുമ്പോഴത്തേന് എയർപോർട്ടിൽ ആര് വരും? മീഡിയക്കാർ വരും. ചേച്ചി വിളിച്ചു വരുത്തും. എന്നിട്ട് അവരെയും കൊണ്ട് ചോദ്യങ്ങൾ ഇന്ന ചോദ്യം ചോദിക്കട എന്ന് ചോദിപ്പിച്ചിട്ട് അതിന് മറുപടി ചേച്ചി പറയും. ആ മറുപടി കേൾക്കാനായിട്ട് കേരളത്തിലുള്ള ജനങ്ങൾ കാത്തിരിക്കുകയാണ്. നമുക്കും കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റായും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നിരിക്കും എല്ലാവർക്കും.